ഹലോ ഗൈസ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് എൻ്റെ ബർത്ത്ഡേ വ്ളോഗാണ്. മാർച്ച് 28-നായിരുന്നു എൻ്റെ ബർത്ത്ഡേ. വ്ളോഗ് വിടാൻ കുറച്ച് ലേറ്റായിപ്പോയി. എൻ്റെ ബർത്ത്ഡേക്ക് സാധാരണ കേക്കൊന്നും മുറിക്കാറില്ലായിരുന്നു. എൻ്റെ അമ്മ കേക്ക് ഉണ്ടാക്കാൻ പഠിച്ചതിൻ്റെ ശേഷമാണ് ഇപ്പോൾ കേക്കൊക്കെ മുറിക്കാറ്. എൻ്റെ ബർത്ത്ഡേക്ക് ഞാൻ തന്നെ ഉമ്മ പോലും അറിയാതെ ആണ് എല്ലാവരെയും സൽക്കരിച്ചത്. ഇതുവരെ എൻ്റെ ബർത്ത്ഡേക്ക് ഇങ്ങനെയൊന്നും കേക്ക് കട്ട് ചെയ്തിട്ടില്ല. ഇത് വലിയ സെലിബ്രേറ്റ് ആയിപ്പോയിട്ടോ. ഞാൻ വിശ്വസിക്കാതെ പോലും ഇങ്ങനെ വന്നിട്ടോ. അപ്പോൾ കേക്ക് കട്ടിങ് ഒക്കെ തുടങ്ങിയേനെ. എൻ്റെ അപ്പാക്ക് കേക്ക് കുറിക്കണമൊന്നും ഇഷ്ടമല്ല. പക്ഷേ എൻ്റെ അപ്പാക്ക് ഞാനുണ്ടാകേണ്ട തള്ളയൊക്കെ വെച്ചെടുത്തപ്പോൾ കഴിച്ച് അങ്ങനെ കഴിക്കാക്കണം നല്ല വിചാരിച്ചിട്ട് പിന്നെ എൻ്റെ മാമൻ്റെ മുഖത്തൊക്കെ കേക്ക് കേട്ടതാക്കി. പിന്നെ എൻ്റെ അനിയത്തിക്കും എൻ്റെ എല്ലാവർക്കും എൻ്റെ അനിയത്തിമാർക്കും എൻ്റെ അനിയന്മാർക്കും എല്ലാവർക്കും തൊള്ളൊക്കെ ഇങ്ങനെ കേക്കൊക്കെ വച്ചുകൊടുത്ത്. പിന്നെ ഇത് രണ്ടും എൻ്റെ ഫ്രണ്ട്സുകളാണ്. ഞാൻ സൽക്കരിച്ചതാണ്. പിന്നെ ഇത് എൻ്റെ അമ്മമ്മയാണ്. അങ്ങനെ ഞാൻ എല്ലാവർക്കും കേക്കൊക്കെ തൊള്ളയൊക്കെ വെച്ച് കൊടുത്ത് എൻ്റെ കാക്കക്ക് ലാസ്റ്റ് വെച്ച് കൊടുത്ത്. പിന്നെ ഇത് രണ്ടും എൻ്റെ ഫ്രണ്ട്സുകളാണ്. ഒന്നിൻ്റെ പേര് റംഷ, ഒന്നിൻ്റെ പേര് അസ്ര. അവൾക്ക് രണ്ടാൾക്കൊക്കെ കപ്പ് കേക്ക് കഴിക്കോട്ടോ. പിന്നെ ഇതാണ് റൈക്ക, എൻ്റെ അമ്മാൻ്റെ അടുത്ത കേശറിൻ്റെ ഫ്രണ്ടിൻ്റെ ഓള അനിയത്തിയാണ്. നല്ല ക്യൂട്ടാട്ടോ. പിന്നെ ഓരോരുത്തർക്ക് ഗിഫ്റ്റ് എല്ലാം തുടങ്ങി. മെലോഡി 2 പേര് മെലോഡിയാണ് തന്നത്. ഒരു വീട്ടിൽ നിന്നായിരുന്നു 2 മെലഡി. കാരണം അത് ഞങ്ങളെ അയൽവാസിയാണ്, കേശുവിലല്ല. അതായിരുന്നു ഞങ്ങൾ പൊട്ടിച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ എനിക്ക് റംഷ ഗിഫ്റ്റ് തന്ന്. പിന്നെ തസറ എൻ്റെ ഫ്രണ്ട്സുകളാട്ടോ ഒക്കെ. പിന്നെ അതിൻ്റെ അനിയത്തെ ഗിഫ്റ്റ് തന്ന്. പിന്നെ അതിൻ്റെ അപ്പുറത്തെ വീട്ടിലത്തെ അയൽവാസിയാണ് ഗിഫ്റ്റ് തന്ന്. പിന്നെ അതിൻ്റെ അമ്മാൻ്റെ അടുത്ത മാരിയാൻ്റെ അറിഞ്ഞ ഉമ്മാൻ്റെ മോളാണ്. ഇതിൻ്റെ അമ്മോൻ്റെ മോനെ മറ്റേത്. ഇത് കേശ. ഇതാണ് എൻ്റെ അപ്പ. എൻ്റെ അപ്പക്കല്ല ശരിയാണ്. ഇതിൻ്റെ അമ്മയാണ് എൻ്റെ അനിയത്തിൻ്റെ മുമ്പ് വന്നിക്കാട്ടോ. പിന്നെ എൻ്റെ കാക്ക കേട്ടോ. ഇത് ഞാൻ പ്രതീക്ഷിക്കാത്തോട് കുറേ കണ്ടപ്പം എന്നോട് ചോദിച്ചു. പക്ഷെ അമ്മച്ചി പറഞ്ഞു തന്നില്ല. ഇതിൻ്റെ അനിയത്തിയാണ്. ഇത്രമാതിരി ഗിഫ്റ്റാട്ടൊക്കെ കിട്ടിയത്. ഇത് മുഴുവൻ നമ്മൾ ഓപ്പണിങ്ങിനാണ്. ഫസ്റ്റ് ഉള്ളത് ഇതാണ് കേട്ടോ. ഇത് എന്താണെന്ന് പോലും ഞാൻ പ്രതീക്ഷിച്ചില്ല. പക്ഷെ പിന്നെ മനസ്സിലായത് കേട്ടോ. പൊളിച്ചു നോക്കിയപ്പോൾ ഇതിൽ ഞാൻ യൂട്യൂബ് ചാനൽ ഉണ്ടായതുകൊണ്ട് എൻ്റെ അമ്മച്ചി എനിക്ക് വാങ്ങിത്തന്ന ഒരു വലിയ ഗിഫ്റ്റാട്ടോ. അതും സ്റ്റാൻഡാണ് യൂട്യൂബ് ചാനൽ ചെയ്യണ. ഇത് നിർത്തി കാണിക്കുന്നൊന്നുമില്ല കേട്ടോ. ഇത് എൻ്റെ ഫ്രണ്ട് ഇവള് തന്നാണ്, റംഷ. നല്ല ഭംഗിയുള്ള ഗിഫ്റ്റാട്ടോ. നല്ല ഇഷ്ടപ്പെട്ടു. ഇതിൽ ചോക്ലേറ്റ്സും പിന്നെ കുറച്ച് റബ്ബറും ഗാലക്സിയും ആണ് കേട്ടോ. പിന്നെ അടുത്തത് എൻ്റെ അമ്മോൻ്റെ മോനാണ് കേട്ടോ. ചെറിയ ഐതി എന്നാണ് പേര്. ഇത് രണ്ടും ഓലൊന്നാണ്. പിന്നെ എൻ്റെ ഫ്രണ്ട് ആസറയാണ് അത് തന്നത്. ഇതിൻ്റെ ഇമ്മ എന്നതാണ്. ഇതിൻ്റെ അനിയത്തി എന്നാണ്. അതിൽ റബ്ബർ, എയർബൻഡ് അങ്ങനത്തെ കുറേ ഐറ്റംസ് ആട്ടോ. പിന്നെ ഒരു കളറും കൂടി ഉണ്ട്, മൂടി വരത്തൊരു ഇതാണ്. പിന്നെ ഇതിൻ്റെ ഉമ്മ എന്നതാണ്. അങ്ങനെ ബെൽറ്റും ഇതൊക്കെ ഉണ്ട്. ഇത് നല്ല ഭംഗി ഉണ്ടായിരുന്നു കേട്ടോ. ഇത് നല്ല ഇഷ്ടപ്പെട്ടു. ഇതാണ് ഉമ്മ തന്ന നല്ല ഭംഗിയുള്ള ഇത്. പിന്നെ അതിൻ്റെ അയൽവാസി റെൻഷ എന്ന് പറഞ്ഞ ഒരു താത്ത തന്നാണ്. എൻ്റെ വകയിലെ താത്തയാണ്. കുറച്ച് കോലുമുട്ടായും അതും ഇതൊക്കെയാണ്. പിന്നെ അതിൻ്റെ ഇപ്പം എന്നതാണ്. ഡ്രസ്സാണ് കേട്ടോ. അതും പാപ്പാസ് ഇട്ടിട്ട് നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ. നല്ല ഇഷ്ടപ്പെട്ടു. ഒരു നല്ല വലിയ എനിക്ക് പറ്റിയ കറക്റ്റ് ആണ്. അങ്ങനെ നല്ലൊരു പാപ്പാ സൂട്ട് അങ്ങനെ നല്ല ഭംഗിയുള്ള പാപ്പാ സൂട്ടിട്ടേക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഇതിൻ്റെ മാമൻ തന്നാണ്. നല്ല ഭംഗിയുള്ളൊരു ഡ്രസ്സ്. പിന്നെ അത് ഞങ്ങളോട് ബിരിയാണി വെച്ചായിരുന്നു എല്ലാവരും വന്നുകൊണ്ട്. അങ്ങനെ എല്ലാവരും ബിരിയാണി കഴിയൊക്കെ തുടങ്ങി. എൻ്റെ അനിയത്തി ഭയങ്കര സന്തോഷത്തിലാട്ടോ. എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക്, ഷെയർ, കമൻറ്റ്, സബ്സ്ക്രൈബ് ആടുന്ന വീഡിയോ